നമസ്കാരം. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. രാജ്യത്തുള്ള നികുതിദായകർ ആദായ നികുതി ഇളവുകൾ വർദ്ധിപ്പിക്കുമോ എന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷയിലാണ്. പുതിയ നികുതി വ്യവസ്ഥകൾ എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷയും നിലനിൽക്കുകയാണ്. 2024 ഫിനാൻസ് ആക്ട് പ്രകാരം സെക്ഷൻ 115 BACയിലെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഈ ഭേദഗതി 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രാബല്യത്തിലായിട്ടുണ്ട്. അതേസമയം യോഗ്യരായ നികുതിദായകർക്ക് പുതിയ നികുതി വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാകാനും പഴയ നികുതി വ്യവസ്ഥയിൽ തുടരാനുമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും സാധിക്കും. നികുതിദായകർക്ക് വിവിധ നികുതി കിഴിവുകളും ഇളവുകളും പഴയ നികുതി വ്യവസ്ഥ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബിസിനസ് ഇതര മേഖലയിലെ നികുതിദായകർക്ക് അവരുടെ ആദായ നികുതി റിട്ടേണിലെ ഓപ്ഷൻ അനുസരിച്ച് ഓരോ വർഷവും തങ്ങൾക്ക് അനുയോജ്യമായ നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കാനാകും. എന്നാൽ ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ നിന്നുള്ള നികുതിദായകർക്ക് പുതിയ നികുതി വ്യവസ്ഥയായിരിക്കും അനുയോജ്യം. പഴയ നികുതി വ്യവസ്ഥയിൽ ശമ്പള വരുമാനത്തിൽ നൽകി വന്നിരുന്ന 50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പുതിയ നികുതി വ്യവസ്ഥയിലും പ്രാവർത്തികമാകും. പുതിയ നികുതി വ്യവസ്ഥയിൽ ഈ കിഴിവ് 75,000 ഉയർത്തിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷം മുതൽ ഇവ പ്രാബല്യത്തിലായി കഴിഞ്ഞു. പഴയ നികുതി വ്യവസ്ഥയിൽ ആകെ വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാത്തവർക്ക് 12,500 രൂപ വരെ നികുതി ഇളവ് ലഭിക്കും. എന്നാൽ ഈ റിബേറ്റ് ആനുകൂല്യം NRI പൗരന്മാർക്ക് ലഭിക്കുകയില്ല. എന്നാൽ പുതിയ നികുതി വ്യവസ്ഥ പ്രകാരം ആകെ വരുമാനം 7 ലക്ഷം രൂപയിൽ കവിയാത്തവർക്ക് 25,000 രൂപ വരെ നികുതി ഇളവ് ലഭിക്കും. വ്യവസ്ഥകളുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വേണം നികുതി വ്യവസ്ഥ തിരഞ്ഞെടുക്കേണ്ടത്. പഴയ നികുതി വ്യവസ്ഥയും പുതിയ നികുതി വ്യവസ്ഥയും താരതമ്യം ചെയ്ത ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ നികുതി സംവിധാനം തിരഞ്ഞെടുക്കണം. ആദായ നികുതി പോർട്ടലിൽ ലഭ്യമായ ഇൻകം നികുതി കാൽക്കുലേറ്റ് ഉപയോഗിച്ച് 2 നികുതി വ്യവസ്ഥകൾക്ക് കീഴിലുള്ള തങ്ങളുടെ നികുതി ബാധ്യത കണക്കാക്കാൻ സാധിക്കും. ജനുവരി 31-ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. 2025-ലെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1-ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. 1-ന് ആരംഭിച്ച് 13-നാണ് അവസാനിക്കുന്നത്. വെള്ളിയാഴ്ച ലോക്സഭാ ചേംബറിൽ പാർലമെന്റിന്റെ ഇരു സഭകളെയും രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. രാഷ്ട്രപതിയും പ്രസംഗത്തിന് ശേഷം ധനമന്ത്രി സാമ്പത്തിക സർവേ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച ഫെബ്രുവരി 3-4 തീയതികളിലാണ് നടക്കുന്നത്. ഫെബ്രുവരി 6-ന് രാജ്യസഭയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെഷന്റെ രണ്ടാം ഭാഗം മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെ ആയിരിക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു ജനുവരി 30-ന് പാർലമെന്റിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലോർ ലീഡർമാരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ സെക്ഷൻ ജനുവരി 31 മുതൽ ഫെബ്രുവരി 13 വരെ 9 സിറ്റിംഗുകളിലായിരിക്കും. ഫെബ്രുവരി 13-ന് ബജറ്റ് നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നതിനായി പാർലമെന്റ് ഇടവേളയ്ക്ക് പിരിയും. വിവിധ മന്ത്രാലയങ്ങളുടെ ഗ്രാന്റുകൾക്കായുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ബജറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനും മാർച്ച് 10 മുതൽ വീണ്ടും യോഗം ചേരും. ഏപ്രിൽ 4-ന് സമ്മേളനം അവസാനിപ്പിക്കും. മുഴുവൻ ബജറ്റ് സമ്മേളനത്തിലും 27 സിറ്റിംഗുകൾ ഉണ്ടാകും.